ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകാൻ കേട്ടോ. പാക്ക് ഓപ്പണിങ് മാത്രമല്ല, നമുക്ക് ആ മാനേജറിന്റെ പാക്കും ഒന്ന് എടുക്കാണ്ട്. സോ നിങ്ങൾക്ക് അറിയാലോ, ഇന്നലെ നമ്മുടെ ഗെയിമിൽ രണ്ട് പുതിയ പാക്ക് വന്നിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ലിവർപൂളിലെ പാക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെബറ്റോൻ്റെ, ബ്രസീലിലെ ബെബറ്റോയുടെ പാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജപ്പാൻ ലീഗാണ്. സോ ലിവർപൂളിൽ വന്നിരിക്കുന്നത്, ലിവർപൂൾ വെച്ച് കഴിഞ്ഞാൽ ആ കോച്ചിൻ്റെ ക്ലോപ്പിൻ്റെ ആ ടാറ്റിക്സിന് വെച്ച പ്ലേസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സലീം അതുപോലെ തന്നെ ബാൻഡേക്കും സെൻറ്റർ ബാക്ക് വിങ്ങിലേക്ക് തൂക്കെറിയാൻ പറ്റുന്ന ആ ടാറ്റിക്സ് ഉണ്ടല്ലോ. സോ അതാണ് വന്നിരിക്കുന്നത്. പിന്നെ ബെബറ്റ വന്നിരിക്കുന്നത് മറ്റേ ഗോൾ പോച്ചർ കാർഡ് സംഭവം വെറുതെ കൊണ്ടുവന്നത് കാർണിവലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ഡോസ് എന്താണ്. ഓക്കെ, കാർണിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അതൊന്നല്ല, ഇന്ന് നമ്മൾ കറക്കാൻ പോകുന്നത് നമ്മളുടെ പിർലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. ഓക്കെ, പിർലോ ഉണ്ട്, ഫെറി ഉണ്ട്. ഓക്കെ, ഇതിൽ ഓൾറെഡി തൂറം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തൂറത്തിനോട് എനിക്ക് അട്രാക്ഷൻ ഇല്ല. പക്ഷേ കൊണാമി എന്നെ തേക്കുമോ നല്ല സംശയമുണ്ട്. കാരണം നമ്മളെപ്പോൾ ഇറക്കുമ്പോഴും നമുക്ക് പണി തരാറുണ്ട്. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ 2 തൂറം ഫുഡ്, ഒരെണ്ണവളുടെ ഫ്രാൻസിൽ വന്ന തൂറം, പിന്നെ പറഞ്ഞ യുവൻറ്റസ് തൂറം ഉണ്ട്. അപ്പോൾ ഇതും കൂടി കിട്ടിയത് ഹാട്രിക് തൂറം. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻഡ്രോ പിർലോയും അതുപോലെ തന്നെ നമ്മളുടെ റിക്കാർഡോ ഫെറി, ഈ 2 പേരാണ് ഇതിൽ ടാർഗറ്റ്. ഈ 2 പേര് ആവശ്യമുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും നമ്മൾ ആദ്യം ചെയ്യണതേ നമ്മളുടെ ആ മാനേജർ പാക്ക് അറിയാലോ നിങ്ങൾക്ക്. നമ്മളുടെ ആരാണ്? യർഗൻ ക്ലോപ്പ്. സോ ഞാനധികം ക്യുക്ക് കൗണ്ടർ കളിക്കാറില്ല. എനിക്ക് ക്യുക്ക് കൗണ്ടർ കളിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറേ നാളെ LBC തന്നെ കളിച്ചിങ്ങനെ നിൽക്കുകയാണ്. സോ ക്യുക്ക് കൗണ്ടറിൽ നമുക്ക് യർഗൻ ക്ലോപ്പ് അത്യാവശ്യമുള്ളൊരു മാനേജറാണ്. പൊസിഷനുണ്ട് മൂപ്പർക്ക് 89. പിന്നെ നമുക്ക് അറിയാലോ, ലെജൻഡറി മാനേജറാണ് മൂപ്പര്. ഇത് നമ്മുടെ ഡോട്ട്മുണ്ടിനെ 12-13 അന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ചേർന്നു. റയലിലക്കിയിട്ട് റയലിലക്കിയിട്ട് ഡോട്ട്മുണ്ടും ബാഴ്സേനലക്കിയിട്ട് ബയണോണ് അന്ന് കയറിയത്. അപ്പോൾ എന്തായാലും ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ കാത്തിരുന്നിടത്ത് ജർമ്മൻ ഡിസിപ്ലിൻ ഉദിച്ചു. അപ്പോൾ എന്തായാലും ക്ലോപ്പിന് എന്തായാലും സൈൻ ചെയ്യായിരുന്നു. 150 കോയിനല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ആള് ഓവർ ദി ടോപ്പ് C എന്നാട്ടോ. അതായത് ബിൽഡപ്പിൽ നിന്ന് റൈറ്റിംഗ് ഫോർവേഡ് ലെഫ്റ്റിംഗ് ഫോർവേഡിലേക്ക് തൂക്കെറിയുക. ബിൽഡപ്പാണ് വേണ്ടത് നമുക്ക് സെൻറ്റർ ബാക്കായിട്ട്. അതുപോലെ തന്നെ ഫിംഗറാണ് നമുക്ക് ലെഫ്റ്റിംഗ് ഫോർവേഡായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് തന്നെ നമ്മുടെ ക്ലോപ്പിന് സൈൻ ചെയ്യാം കേട്ടോ. സോ സൈൻ അവിടെ ബാക്ക് പോകണം. ഓക്കെ, 750 കൊടുത്ത് സൈൻ ചെയ്യാണ് ക്ലോപ്പ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അതിൻ്റെ ഒപ്പം 2 പ്ലേയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരെണ്ണവിടെ മാർക്കിന് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരുത്തനും കൂടി ഉണ്ടായല്ലോ. വേറെ ഏതൊരുത്തുണ്ട്. ഓക്കെ, ജേക്കബിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ജേക്കബ് മാർക്കിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മാനേജർ. അപ്പോൾ എന്തായാലും അതവിടെ എടുക്കട്ടെ. ഇനി നമുക്ക് നേരെ പോവാം. നമുക്ക് ഇതേ എന്താവെന്ന് അറിയില്ലടാ. 3600 കോയിലുള്ളൂ. അപ്പോൾ ഇതിൽ കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് പറഞ്ഞല്ലോ ഫെറി ആൻഡ് പിർലോ. ഓക്കെ, ഫെറിയും പിർലോ ആണ്. ദൂരം വേണ്ട. നമുക്ക് വേണ പോലെ തന്നെ നമ്മുടെ ടാർഗറ്റിനെ വിട്ടിട്ട് നോക്കാം. ഓക്കെ, 3 വട്ടം തൊടാൻ 2 പേരും. 1 2 3 1 2 3. എന്നിട്ട് ബാക്ക് പോവുക. വേണ്ട 2 പേരുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കുക. ഫുള്ള് ഓടിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ന്യൂ ട്രിക്കാണ്, ആരും പേടിക്കണ്ട. ഞാനായിട്ട് കണ്ടുപിടിച്ച ട്രിക്കാണ്. പിന്നെ ഒന്നും പറയണ പോലെ ട്രിക്കൊന്നുമില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം. ഓക്കെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തപ്പുമ്പോൾ സാധനം കിട്ടിയാൽ കൊള്ളാം. 1 2 3 ലെറ്റ്സ് ഗോ. ഹൈലൈറ്റ് വേണ്ട, ഹൈലൈറ്റർ തന്നടാ. ഷോ ഒന്നും പറയണ്ട. തുടക്കം തന്നെ ഒരു ആരത് ജോർദാന വന്നിട്ടുണ്ട് ഗൈസ്. ജോർദാൻ ക്രിക്കറ്റ് കളി നിർത്തി ഫുട്ബോളിലേക്ക് വന്നു. പക്ഷേ എന്താ അല്ല, ബാസ്കറ്റ് ബോളുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ജോർദാൻ, ഇംഗ്ലണ്ടിൻ്റെ ബാസ്കറ്റ് അല്ല അവനെ ഉദ്ദേശിച്ച്. പിന്നെ നമ്മുടെ മൈക്കൽ ജോർദാൻ ഉണ്ട് ബാസ്കറ്റ് ബോൾ. എന്തായാലും റിലീസ് ചെയ്യട്ടെ, എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത സ്പിന്നിലേക്ക് പോവാം സുഹൃത്തുക്കളെ. ഫെറി പിർലോ, ഫെറി പിർലോ, ഫെറി പിർലോ, ഫെറി പിർലോ. ഓക്കെ, ബാക്കടിക്കാം. വേണ്ട, ട്രിക്കൊന്നുമില്ലടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. ഭാഗ്യമില്ലടാ. എന്ത് ശോചനീയ അവസ്ഥയാണിത്. ആറ്റി നോച്ചിട്ടൊരു പാക്ക് വരുമ്പോൾ അത് ടാർഗറ്റുള്ള പിർലോനെ എങ്ങനെയും കിട്ടണമെന്നുണ്ട്. അതിനു വേണ്ടി കറക്കുമ്പോൾ ഇവന്മാർ സമ്മതിക്കുന്നില്ല. മെയിൻ അക്കൗണ്ടാണ്.
പറയണ്ട, അത് മെയിൻ അക്കൗണ്ട് പറഞ്ഞെങ്കിൽ അബദ്ധമാവും. അവിടെ പിന്നെ ഒരു തടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. 170 കഴിഞ്ഞു. എന്താട്ടി അടിക്കണേ നാറി. ഒന്നും പറയണ്ട. അണ്ടർ-19 വേൾഡ് കപ്പിൻ്റെ വരെ പറഞ്ഞിട്ടോ. ഓക്കെ, പിർലോ, ഫെറി, പിർലോ, ഫെറി, പിർലോ, ഫെറി. അത് തൂറത്തിന് വിട്ട് നോക്കിയോ. തൂറത്തിന് 3 വട്ടം നോക്കാം. തൂറത്തിന് നോക്കിയില്ല ആവശ്യമില്ലാത്ത 2, 3. തൂറത്തിന് 3 വട്ടം തൊട്ടുണ്ട് കേട്ടോ. എടാ എന്താടാ എന്നോട് ഇങ്ങനെ ചതി ചെയ്യണത്? വിഷമണ്ടാ, നല്ല വിഷമണ്ടാ. ചതിയന്മാരാടാ ഈ കൊണാമി. 900 കോയിലുണ്ടാകെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് ഗൈസ്. തൂറത്തിന് 3 വട്ടം തൊടാം. തൂറത്തിലൊക്കെ ഡീറ്റെയിൽസ് നോക്കാം. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ. 3 ഓരോ വട്ടം തൊടാം. വിഷമായി കൊണാമി. ചതി, അത് പാടില്ല. തൂറും പിറലോയും. എടാ തൂറം വേണ്ടാർന്നറാ പുല്ല്. ഓൾറെഡി ഇട്ട് തൂറം. ബാക്കിൽ ആരെങ്കിലും വരാണ്ടോ? എടാ നെട്ടട ഒന്ന്, പക്ഷേ നെട്ടിയില്ല. പിർലോ നെട്ടി. ടാർഗറ്റ് പിർലോ ആയിരുന്നു. അത് മതി. പിർലോനെ കിട്ടിയല്ലോ. അത് പൊള്ളിച്ചു പോരേ. ഏത് അതാണ്. കിട്ടി. അപ്പോൾ മറ്റേ ദൂരത്തിന് നമുക്ക് കിക്ക് ഔട്ട് ചെയ്യാം. ഹാട്രിക് തുറന്ന് വിളിച്ചാൽ മതി. അതിനെ 3ാമത്തെ കിട്ടിയത് ഓനെ തീട്ടം തുറന്നൊക്കെ വിളിച്ചാൽ മതി. പിന്നെ എന്തപ്പത്ര അവന് ഇതാക്കാള്. ഇത് ഗ്രിലീഷിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇറക്കാം. സ്കൂളിലെടുത്ത് തരട്ടെ. എടാ ഓനൊക്കെ ഞാൻ മനസ്സിലായില്ല എന്തുകൊണ്ടാ തുറാമിനെ അത് വിളിക്കുന്നത് മനസ്സിലായില്ല. ഇപ്പോൾ ഇവൻ കണ്ടോ. എടാ നോക്കിട്ടോ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയും. ഈ നാറീനോട് ഞാൻ തോറ്റു. എവിടെ അവൻ പാട്ടി? എവിടെ ഓനെവിടെ? എൻ്റെ പൊന്നെ, കൺട്രോള് പോകണം അവൻ്റെ. എടാ നോക്ക് നിങ്ങളിടാ. ഇത് നോക്ക്. 1, 2. ഇപ്പോൾ കിട്ടിയോൻ. അവനോട് ട്രെയിൻ ചെയ്യിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ 3 കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് ട്രെയിനെ ലെവൽ ട്രെയിനിങ് 3ാമത്തെ ദൂരം. എടാ എന്തൊരു കഷ്ടാടാ. പെറീനാണെങ്കിൽ പാക്ക് ഓപ്പണിങ് സക്സസ്ഫുൾ അല്ലേ. ബൂസ്റ്റർ ഡ്രാഫ്റ്റിങ് കൊടുക്കാം. ആഡ് സെലക്ട് ഷട്ട് ഡൗൺ. അവിടെ ഷട്ട് ഡൗൺ മതി. പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ കൊടുക്കാൻ പോട്ടപ്പോൾ 107 ആവൂ. 106. ഓനാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, ഇനിയിപ്പോൾ ഈ 3 നമുക്ക് ഒരുമിച്ച് കാണണോ? അത് ഭംഗി കിട്ടുമല്ലോ ഒരുമിച്ച് കാണുമ്പോൾ. ഇത് കണ്ടോ, 3 ഒരുമിച്ച് കണ്ടോ? ഒരമ്മ പെറ്റ പോലെ കിടക്കണ കണ്ടവന്മാരൊക്കെ കൂടിയിട്ട് അല്ല വേണ്ട, നമുക്ക് ഇങ്ങോട്ടിടാം. അപ്പോൾ 3 ഒരുമിച്ച് വരും. കണ്ടോ? എന്തൊരു കഷ്ടാടാ അത്. മനസ്സിലായില്ലേ ഞാൻ അവന്മാരെ പേരെന്തെങ്ങനെ വിളിക്കണെന്ന്? തീട്ടത്തിൻ്റെ പര്യായം തൂറം. അത് മതി. നിങ്ങൾ ഇനി കമൻറ്റിൽ കിടന്ന് മെഴുകണ്ട. ഞാൻ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് മനസ്സിലായില്ലേ? 3ാമത്തെ ആടാ. നിങ്ങൾക്കൊന്നും ഇതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. കിട്ടിയതുകൊണ്ട് ഓണം പോലെ. ഇനി മറ്റവനെ പിടിച്ചിറക്കാം. പിർലോ. അത് പിന്നെ നമ്മുടെ പൊന്നോമന. അത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എവിടെ വെൽക്കം ബാക്ക് ബ്രദർ. വെൽക്കം ടു ദിസ് ഗുഡ് പിർലോ. എടാ ഓടാ അവിടെ നിന്ന്. സാബിനെ മാറ്റി. സാബി നമ്മുടെ മുത്താട്ടോ. കൊച്ചൻ പറയുന്നല്ലേ, സാബി നമ്മുടെ മുത്താ. മൂപ്പർക്ക് എന്ത് കൊടുക്കുക? ജലത്തി ഹാർഡ് വർക്കർ ഡിഫെൻഡിങ്ങിന് കൊടുക്കാം. ഡിഫെൻഡിങ് കൊടുക്കണോ? ഇതേപ്പെട്ടത് ഷട്ട് ഡൗൺ കൊടുക്കാം. ഡിഫെൻഡിങ് കൊടുത്താൽ മതി. ഡിഫെൻഡിങ് എടുക്കട്ടെ. ലെവൽ ട്രെയിനിങ്.
പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോ ആയിട്ട് കൊടുക്കണം. ഗെയിം പ്ലേ ഒക്കെ വഴി വരും, ആരും മേടിക്കണ്ട. ഓക്കെ. ഓ മോനെ, ഈ സ്റ്റാറ്റ്സ് ഒക്കെ അല്ലേ 2002-03 ഓർക്കസ്ട്രേറ്റർ. എൻ്റെ മോനെ, ഷോ ഡിഫൻസീവ് വക്ക. എൻ്റെ മോനെ സീൻ കാർഡാട്ടോ ഇത്. ഇവൻ്റെ പിന്നെ പറയണ്ട, ഇവനൊക്കെ ഏതാ മുതലെന്ന് അറിയാം എനിക്ക്. ഷോ ഇത് ഡിഫെൻഡിങ് ഒക്കെ ഞാൻ പൊളിക്കും. നീ തൂറാം സ്കിൽസൊക്കെ ഇനി മിക്കവാറും ഞാൻ ചെയ്യേണ്ടി വരും. സോ ഗായ്സ് 2-3 കിട്ടിയിട്ടുണ്ട്. അയ്യോ മെയിൻ സംഭവം കൊടുത്തിട്ടില്ല. മാനേജർ എവിടെ? ചേഞ്ച് മാനേജർ. ഗേറ്റ് ടീം പ്ലേ സ്റ്റൈൽ ക്വിക്ക് കൗണ്ടർ. ലെറ്റ്സ് ഗോ എവരിബാഡി. ന്യൂ ഇൻ ദി ഹൗസ്. ഓക്കെ, ക്വിക്ക് കൗണ്ടർ ആക്കിയിട്ടുണ്ട്. നോക്കാൻ നമുക്ക് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വരണമായിരിക്കും കേട്ടോ. ഇതിൻ്റെ സെറ്റാക്കാം നമുക്ക്. പൊളിക്കാൻ ഒരു പൊളിക്കണം. ഓക്കെ, സ്കൂഡ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി കളിക്കാൻ പഠിച്ചാൽ മതി. കളി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ദാരുണമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലൈവ് ആണെന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും അതറിയാം. അപ്പോൾ ഇതാണ് കറൻറ്റ്ലി നമ്മുടെ സ്കൂഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ എടാ പിർലോനെ കിട്ടിയ കുഴപ്പമില്ല. ടാർഗറ്റ് പിർലോ ഞാൻ അങ്ങടുത്ത് അന്നേ പറഞ്ഞല്ലേ. അപ്പോൾ അത് കിട്ടിയ സംഭവം. തൂറത്തിൽ ലേറ്റസ്റ്റും കിട്ടി. പക്ഷേ എൻ്റെ മുരട്ടത്തൂറായിടപ്പോൾ തൂറം അവൻ അതെന്നെ വിളിക്കുള്ളൂ. ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഉലുവർഗാൻ റീപ്ലേസ് ചെയ്തിൻ്റെ ലോപ്പുണ്ട് പറഞ്ഞ സ്കില്ല് കിട്ടിയപ്പോൾ പീച്ചേഴ്സ് ബൈക്കിൽ റീപ്ലേസ്. എടാ വൈബ സൂര്യംശി പോയടാ. കുഴപ്പമില്ല 175 എടുത്തിക്കണം. അവൻ എന്തായിട്ട് അടിച്ചില്ലേ, ദയം ദാക്ഷണില്ലാത്തവൻ. കുഴപ്പമില്ല, നമുക്കിവിടെ സാധനം കിട്ടിയത് ഔട്ടാവും ചെയ്തു. കുഴപ്പമില്ല, ഒരു സമാധാനത്തിൽ ഒരു നിരാശ. അപ്പോൾ എന്തായാലും കൈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഇറക്കിയിട്ടുണ്ടെന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഏത് പാക്ക് ഇറക്കിയെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ കറൻറ്റ്ലി നമ്മുടെ സ്കൂഡ് സെറ്റ് ആയിട്ട് ഇനി കളിക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.